പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു PG ലെവലിലോ അല്ലെങ്കിൽ ഹയർ ലെവലിലോ ഉള്ള ഒരു പ്രോജക്റ്റ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവസാന വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു പ്രിപ്പയർ എ ഗുഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. എങ്ങനെയാണ് ഒരു നല്ല പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുക? അതിനു മുമ്പ് നമ്മൾ ആദ്യം എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം. റിസർച്ച് റിപ്പോർട്ട് ഓർ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് ദ റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ട്. അതായത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കുറേ പഠനങ്ങളെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ടെത്തലുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മറ്റൊരാൾക്ക് സമർപ്പിക്കുന്നതാവാം. അത് പബ്ലിക്കിനാവാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനാവാം, അല്ലെങ്കിൽ MDക്കാവാം. അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് കുറേ മാനദണ്ഡങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ്ലി നമുക്കൊരു പ്രോബ്ലം വേണം. സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ഓർ ടോപ്പിക്. നമ്മൾ ആദ്യം ഒരു റിസർച്ച് റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ, നമ്മൾ റിസർച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ കാര്യത്തിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം വേണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക് വേണം. റിസർച്ച് പ്രോബ്ലം റെഫേഴ്സ് സം കൈൻഡ് ഓഫ് പ്രോബ്ലം വിച്ച് ദ റിസർച്ചർ എക്സ്പീരിയൻസസ് ഓർ ഒബ്സർവ് ദ കോണ്ടെക്സ്റ്റ് ഐദർ എ തിയററ്റിക്കൽ ഓർ എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെയോ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമേഴ്സ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആവശ്യം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനകത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലോ എവിടെയെങ്കിലും നമ്മൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടോപ്പിക് വേണം എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ നിരവധി ഓപ്ഷൻസുകൾ, അല്ലെങ്കിൽ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ നിരവധി ഏരിയാസുകളുണ്ട്. ഇപ്പോൾ കോമേഴ്സിൽ നമ്മൾ ബാങ്കിങ് സെക്ടറുകൾ നമുക്ക് നോക്കാം, മാർക്കറ്റിംഗ് നോക്കാം, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളാവാം, സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ്, ഒരു സ്ഥാപനത്തിൽ സെലക്ഷനുകൾ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നതാവാം. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിൽ, ഈ മേഖലയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠനങ്ങൾ നടത്താം. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കൂ. എ സ്റ്റഡി ഓൺ വെൽഫെയർ മെഷർ ഓഫ് വുമൺ എംപ്ലോയീസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു XY ലിമിറ്റഡ് ഹോസ്പിറ്റൽ പാലക്കാട്. ഒരു ചെറിയ പഠനമാണ്. എ സ്റ്റഡി ഓൺ വെൽഫെയർ മെഷർ ഓഫ് വുമൺ എംപ്ലോയീസിൻ്റെ വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഒരു പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ പഠനം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കൂ. എ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബൈയിങ് പ്രിഫറൻസ് ടുവാർഡ്സ് ലാപ്ടോപ്പ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കൊച്ചി സിറ്റി. അതായത് കൊച്ചി സിറ്റിയിൽ ലാപ്ടോപ്പുകൾ വാങ്ങുന്ന സമയത്ത് അവിടെ ആളുകളുടെ പ്രിഫറൻസ് ഏതിനാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രിഫറൻസ്, അവരുടെ ലാപ്ടോപ്പ് പ്രിഫറൻസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ പഠനം നടത്താം. ഒന്ന്, നമുക്ക് ഒരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്താം, അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താം, അല്ലെങ്കിൽ പൊതുവായ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ പറ്റി, ഇങ്ങനെയൊക്കെ പഠിക്കാനാണ് അവർ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനിയൊരു പ്രോജക്റ്റിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കണം. അതൊന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനാലിറ്റിയാണ്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രോബ്ലം തിരഞ്ഞെടുക്കുമ്പോൾ ഒറിജിനാലിറ്റി വേണം. ഒറിജിനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കോപ്പി അടിച്ചതാവാൻ പാടില്ല. നിങ്ങളുടേതായ മൈൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കണം. അതായത് മുമ്പേ ആരെങ്കിലും ചെയ്തു വെച്ച ഒരു പ്രോജക്റ്റ്
നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ടോപ്പിക് നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. നമ്മുടേതായിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഒറിജിനാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ടോപ്പിക് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് സംശയങ്ങൾ ഉളവാക്കുന്ന എന്തെങ്കിലും വേർഡ്സുകളോ സെൻറ്റൻസുകളോ അതിൽ നിന്നും ഒഴിവാക്കുക. വളരെ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ടോപ്പിക്കുകൾ പ്രസൻറ്റ് ചെയ്യാൻ. ദെൻ ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്. നമ്മുടെ പ്രോജക്റ്റ് ടോപ്പിക് ലോജിക് ആയിരിക്കണം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കണം. അതായത് പുതിയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കണം. അല്ലാതെ ഇപ്പോൾ മുമ്പെന്നോ എന്താ പറയുക, നമ്മൾ ഇന്ന് അത്ര ഫെമിലിയർ ആവാത്ത അല്ലെങ്കിൽ നമ്മൾ അത്ര ഉപയോഗിക്കാത്ത കാലഹരണം സംഭവിച്ച ടോപ്പിക്കുകൾ ഒന്നും നമ്മൾ എടുത്ത് ഉപയോഗിക്കരുത്. പുതിയ കാലത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതെങ്ങനെയാണ് എഴുതേണ്ടത്, ഇവയെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. ഫോർമാറ്റ് ഓഫ് എ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. റിപ്പോർട്ടിനെ പ്രധാനമായും 3 ഭാഗങ്ങളായി തരംതിരിക്കാം, 3 പാർട്ടുകളായിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തതാണ് ദ പ്രിലിമിനറീസ്, രണ്ടാമത്തതാണ് ദ ടെക്സ്റ്റ്, മൂന്നാമത്തതാണ് ദ റെഫറൻസ് മെറ്റീരിയൽസ്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ദ പ്രിലിമിനറീസ് എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ കണ്ടൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ സെറ്റ് ചെയ്തു വെക്കുന്നതിനെയാണ് ദ പ്രിലിമിനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രൊജക്റ്റ് ആര് ചെയ്തു, അതുപോലെ തന്നെ പ്രൊജക്റ്റ് എവിടെ ചെയ്തു, അതിൻ്റെ ടോപ്പിക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ടൈറ്റിൽ പേജ്, കൃത്യമായൊരു ടൈറ്റിൽ പേജ് വേണം. അക്നോളജ്മെൻറ്റ് വേണം. ലെറ്റർ ഓഫ് ഓതൻറ്റിക്കേഷൻ ഉണ്ടായിരിക്കണം. ടേബിൾ കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കണം. അതായത് കണ്ടൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ടേബിൾസ്, നമ്മൾ പഠനത്തിൽ എത്ര ടേബിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ടേബിളിൻ്റെ ലിസ്റ്റുകൾ വേണം. ദെൻ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ടേബിളിൻ്റെ ഗ്രാഫുകളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാഥമികമായി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തിനെയാണ് നമ്മൾ ദ പ്രിലിമിനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പ്രിലിമിനറി ഭാഗത്ത് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ദ ടെക്സ്റ്റ്. ദ ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ കാതൽ, അതായത് അതിൻ്റെ എസൻസ്. ബിക്കോസ് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണ്ടൻറ്റുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നൊരു ഏരിയയാണ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആമുഖത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതേണ്ടത്. ഒന്ന് ഓർഗനൈസേഷൻ പ്രൊഫൈലാണ്. ഓർഗനൈസേഷൻ പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു വലിയ ഓർഗനൈസേഷനിലാണ് പഠനം കണ്ടക്ട് ചെയ്തത് എങ്കിൽ ആ ഓർഗനൈസേഷനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നൽകുന്നതിനെയാണ് ഇവിടെ ഓർഗനൈസേഷൻ പ്രൊഫൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ പഠനങ്ങളിലൊക്കെ കുറേയേറെ വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പഠനത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ ഡീറ്റെയിൽസ് അവിടെ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ദെൻ രണ്ടാമത്തേതാണ് റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എന്നും പറയാറുണ്ട്. നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലത്തിനെ വളരെ ഡെഫിനിറ്റായിട്ട് അവിടെ എഴുതി വെക്കുന്നതാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. നിങ്ങളെ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അക്കമിട്ട് എഴുതി വെക്കണം. കാരണം നിങ്ങളൊരു പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പഠനം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്, ആ ലക്ഷ്യങ്ങൾ അവിടെ എഴുതി വെക്കണം. ദെൻ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡിയാണ് അടുത്തത്. നിങ്ങളുടെ പഠനത്തിൻ്റെ സ്കോപ്പാണ്, പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊരു പാരഗ്രാഫിൽ എഴുതി വെക്കുക. ദെൻ റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് വളരെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിസർച്ച് മെത്തഡോളജിയിൽ ഉണ്ടാവുക എന്ന് നോക്കണം. അത് നമുക്ക് നോക്കാം.
ഒന്ന് റിസർച്ച് ഡിസൈൻ. നമ്മളെ റിസർച്ച് പലതരത്തിലുള്ള റിസർച്ച് ഡിസൈൻസുകളുണ്ട് അല്ലേ. എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻസ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻസ്, അങ്ങനെ പലതരത്തിലുള്ള റിസർച്ച് ഡിസൈൻസുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസൈൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം. നമ്മുടെ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്തതാണ് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഇനി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ അത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ആവശ്യമായി വരും. ഇപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒബ്സർവേഷൻ ആണോ, ക്വസ്റ്റ്യനെയർ ആണോ, ഇനി അതല്ല മറ്റു വല്ല ഫോംസുകളുമാണോ, അതൊക്കെ ഏതാണെന്നുള്ളത് കൃത്യമായി നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ പീരീഡ് ഓഫ് ദ സ്റ്റഡി, നമ്മളെ പഠനത്തിൻ്റെ കാലയളവാണ്. എത്ര കാലയളവിനുള്ളിലാണ് നമ്മൾ പഠനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിരിക്കണം. ദെൻ ടോട്ടൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾസ്. ഇപ്പോൾ നിങ്ങൾ പഠനം നടത്തുന്നത്, ഇപ്പോൾ നമ്മൾ വലിയൊരു ഏരിയ ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് സിറ്റിയിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ഹ്യൂജ് ആയിരിക്കും. ഇപ്പോൾ എല്ലാവരിലും നമുക്ക് പഠനം കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാമ്പിൾസുകൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, അതിൽ നിന്ന് എത്ര സാമ്പിൾസുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, ഈ സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്താണ്? ഇപ്പോൾ പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്. അതിലേത് രീതികളാണ് നിങ്ങൾ ഉപയോഗിച്ചത്, ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ദെൻ അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്, ടൂൾസ് ഫോർ അനാലിസിസ്. നിങ്ങൾ അനാലിസിസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസുകൾ ഏതൊക്കെയാണ്? പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ നമ്മൾ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിലേത് ടൂൾസാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് റിസർച്ച് മെത്തഡോളജിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. പിന്നെ അതിൽ ലിമിറ്റേഷൻ ഓഫ് ദ സ്റ്റഡിയാണ്. നിങ്ങളുടെ പഠനത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപാട് ലിമിറ്റേഷൻസുകൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ച് ലിമിറ്റേഷൻസുകൾ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തേതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചാപ്റ്റർ 2 എന്ന് പറയുന്നതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എന്താണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? എ ലിറ്ററേച്ചർ റിവ്യൂ ഈസ് എ സെർച്ച് ആൻഡ് ഇവാലുവേഷൻ ഓഫ് അവൈലബിൾ ലിറ്ററേച്ചർ. അതായത് നമുക്കൊരു പഠനം കണ്ടക്ട് ചെയ്യണമെങ്കിൽ പ്രീവിയസ് ആയിട്ട് ഇതുപോലെയുള്ള പഠനങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസുകളുണ്ടോ, ജേർണൽസുകളുണ്ടോ, മാഗസിൻസുകളുണ്ടോ, ഇവയിലൂടെ നമ്മൾ ഒന്ന് റിവ്യൂ അല്ലെങ്കിൽ ഇവയുടെയൊക്കെ ഒരു റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് പാസ്റ്റിൽ നമ്മൾ ഇതുപോലെയുള്ള പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ട് നമ്മുടെ റിസർച്ചിൽ കാണിക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത് എത്രത്തോളം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ദെൻ തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ് അടുത്തത്. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഇതൊരു ചാപ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. സാധാരണ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു തേർഡ് ചാപ്റ്ററിൽ കാണിക്കാറാണ്. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഒരുപാട് തിയററ്റിക്കൽ ഉണ്ടെങ്കിൽ അതൊരു ചാപ്റ്ററായിട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് ഡേറ്റ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട് ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ഹോൾഡ് ഓർ സപ്പോർട്ട് ഓഫ് റിസർച്ച് സ്റ്റഡി. അതായത് നമ്മുടെ റിസർച്ച്, നമ്മുടെ പഠനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തിയററ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. നമ്മൾ ഡേറ്റയെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ തിയറീസുകൾ ഉണ്ടാവും. ഈ തിയറികളെ നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും വളരെ എന്താ പറയുക റിസൾട്ട്, ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഡേറ്റയെ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസുകൾ, ആ ഡേറ്റയെ നമ്മളിവിടെ അനലൈസിങ്ങിന് വിധേയമാക്കുകയാണ്. ടേബിളിൻ്റെയും ചാർട്ടിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫൈൻഡിങ്സ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻസ്, ഇതെല്ലാം ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡേറ്റാസുകൾ അനലൈസ് ചെയ്തു,
ഡേറ്റാസുകൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കുറേ ഫൈൻഡിങ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളെ കണ്ടെത്തലുകൾ ഉണ്ടാവും. ഈ കണ്ടെത്തലുകളെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ എന്താണെന്നുള്ളത് കൃത്യമായി എഴുതി വെക്കാം. ദെൻ സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠനം നടത്തിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ ഒബ്റ്റെയിൻ ചെയ്ത സമയത്ത് ഇന്ന കാര്യം കൂടിയും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണ് പഠനം നടത്തിയതെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഇന്ന കാര്യം കൂടി ഉൾപ്പെടുത്താമായിരുന്നു, ഇന്നത് ചെയ്യാമായിരുന്നു എന്നുള്ള നിങ്ങളുടെ കുറച്ച് സജഷൻസുകൾ ഉണ്ടാവും. ആ സജഷൻസുകളാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സജഷൻസ് ഒരുപാട് എഴുതാൻ പാടില്ല, വളരെ കുറച്ച് സജഷൻസുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ദെൻ കൺക്ലൂഷൻസ് ആണ്. ഇതൊരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ് യു ഹാവ് ടു മൂവ് ഓൺ കൺക്ലൂഷൻസ്. നിങ്ങളുടെ പ്രോജക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിനെ ഭംഗിയായി കൺക്ലൂഡ് ചെയ്യുക. പഠനത്തിൽ നിന്ന് മനസ്സിലായി എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ, ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഏകദേശം കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മുടെ മൂന്നാമത്തെ ദ റെഫറൻസ് മെറ്റീരിയൽസുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏരിയയാണ് ഈ റെഫറൻസ് മെറ്റീരിയൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഫറൻസ് മെറ്റീരിയൽ ഒന്ന് അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഒരു പക്ഷേ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനെയറുകളോ ഷെഡ്യൂളുകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു കോപ്പി ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ ഏറ്റവും അവസാനം അപ്പൻഡിക്സിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സ്പെസിമെൻ കോപ്പീസ് ഓഫ് ഫോംസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുക. ദെൻ പിന്നെ വരുന്നതാണ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്, അല്ലെങ്കിൽ റെഫറൻസ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളാണ്. അതിൽ ബുക്സ് ഉണ്ടാവും, ജേർണൽസുകൾ ഉണ്ടാവും, വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ബിബ്ലിയോഗ്രഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 3rd പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറായി. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ചില ടൈപ്പിംഗ് ഇൻസ്ട്രക്ഷൻസുകളാണ്. നിങ്ങളൊരു പ്രോജക്റ്റ് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ദ റിപ്പോർട്ട് ഷാൾ ബി ഇൻ ഇംഗ്ലീഷ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, റിപ്പോർട്ട് ഇംഗ്ലീഷിലായിരിക്കണം. നോട്ട് ലെസ് ദാൻ 30 പേജസ്, 30 പേജിൽ കുറയാൻ പാടില്ല. ഇത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ്. ദെൻ യൂസ് ടൈംസ് ന്യൂ റോമൻ ഫോണ്ട്. ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ദെൻ ഫോണ്ട് സൈസ് 14 അവർ പറയുന്നത്. ലൈൻ സ്പേസിങ്, അതായത് ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്, അത് 1.5 ആണ്. ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻ A4 സൈസ്. A4 സൈസിലായിരിക്കണം ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ദെൻ പ്രിൻറ്റഡ് ഓർ ടൈപ്പ്ഡ്, പ്രിൻ്റ് ചെയ്തോ ടൈപ്പ് ചെയ്തോ ആവാം. സ്പൈറൽ ബൗണ്ട്, അവസാനം ഈ പേജുകളൊക്കെ സ്പൈറൽ ബൈൻഡിങ് ആയിരിക്കണം ചെയ്തിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി തലത്തിൽ തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കണും ഒന്ന് അമർത്തുക.